RSS ബന്ധത്തിൽ സതീഷിനെതിരെ വീണ്ടും മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. സതീഷിന്റേത് നട്ടാൽ മുളയ്ക്കാത്ത നുണകളെന്ന് പിണറായി വിജയൻ. നുണപ്രചാരണങ്ങൾക്കുള്ള മറുപടി ചരിത്രവും വസ്തുതകളുമാണ്. അവ എത്രയോ തവണ പറഞ്ഞിട്ടുള്ളതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദേവൻ എം പി ചെയ്യുന്നുണ്ട്. ദേവൻ, ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ പ്രചരണായുധമായി എല്ലാ പാർട്ടികളും മുന്നോട്ട് വയ്ക്കുന്ന ഒന്നാണ് ഈ ഡീൽ ആരോപണം. ഇതിൽ ആദ്യം ഒരു പ്രതികരണം മുന്നോട്ട് വെച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ്. അതിന് മറുപടിയുമായി മുഖ്യമന്ത്രി എത്തി. അതിനുശേഷം വീണ്ടും ഈ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി ഉന്നയിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അഞ്ജലി, RSS ബാന്ധവത്തിൽ ഇടതുപക്ഷവും അതായത് LDFും UDFും ഇപ്പോൾ ആരോപണ പ്രത്യാരോപണങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് പ്രധാനമായും പാലക്കാട് ഡീൽ ആരോപണം വന്നതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി ഇന്ന് രാവിലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വി ഡി സതീശന് മറുപടിയുമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നത്. വി ഡി സതീശന്റെ 2006 പറവൂരിലെ വിജയത്തിന് പിന്നിൽ BJP ബന്ധമാണെന്നുള്ള കാര്യമായിരുന്നു പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിന് അനുബന്ധമായി തന്നെ RSS നേതാവായിട്ടുള്ള ഗോൾവാർക്കറിന്റെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് തെളിയിക്കുന്ന വി ഡി സതീശന്റെ ചിത്രവും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തെന്നുള്ള ചോദ്യത്തിന് സതീശന് ഇതുവരെയും വ്യക്തമായ മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യമാണ് പിണറായി വിജയൻ ചൂണ്ടിക്കാണിച്ചത്. ഒപ്പം തന്നെ എന്നാൽ ഇതിന് തൊട്ടു പിന്നാലെ തന്നെ പിണറായി വിജയന് മറുപടിയുമായി വി ഡി സതീശനും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. 77 പിണറായി വിജയന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ BJP സഹായിച്ചിട്ടുണ്ടെന്നും മാത്രമല്ല അതിന് അനുബന്ധമായി 2 ചിത്രങ്ങൾ കൂടി വി ഡി സതീശൻ പങ്കുവച്ചു ാണ് അദ്ദേഹത്തിന്റെ ആരോപണത്തെ അദ്ദേഹം സാധൂകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. 77 ഉദുമയിൽ വെച്ച് നടന്ന പരിപാടിയിൽ KG മാരാർ EMSന്റെ ഉടുപ്പിൽ ഒരു ബാഡ്ജ് ധരിക്കുന്ന ചിത്രവും ഒപ്പം തന്നെ 89 VP സിംഗ് സർക്കാരിനോടൊപ്പം AKGയും ഒപ്പം തന്നെ ജ്യോതിബസും അടക്കമുള്ള CPMന്റെ മുതിർന്ന നേതാക്കളിൽ നിൽക്കുന്ന ചിത്രവും പങ്കുവച്ചുകൊണ്ടാണ് വി ഡി സതീശൻ ഈ ആരോപണത്തെ നേരിട്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ തൊട്ടു പിന്നാലെ ഇപ്പോൾ പിണറായി വിജയൻ വീണ്ടും മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റുമായി വി ഡി സതീശന് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുന്നു. RSS ബന്ധവും വീണ്ടും ആവർത്തിച്ചുകൊണ്ടാണ് പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിൽ വി ഡി സതീശൻ പറയുന്ന വസ്തുതകളെല്ലാം തന്നെ നുണയാണെന്നുള്ള കാര്യമാണ് പിണറായി വിജയൻ പങ്കുവെക്കുന്നത്. നട്ടാൽ മുളയ്ക്കാത്ത നുണകൾ വി ഡി സതീശൻ വീണ്ടും ആവർത്തിക്കുന്നു. മാത്രമല്ല തങ്ങളാരും തന്നെ RSS ശാഖകൾക്ക് കാവൽ നിൽക്കാൻ പോയിട്ടില്ല എന്നും പകരം ന്യൂനപക്ഷ ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെട്ടപ്പോൾ അവ സംരക്ഷിക്കുകയാണ് CPM നേതാക്കൾ അല്ലെങ്കിൽ CPM പ്രവർത്തകർ ചെയ്തിട്ടുള്ള കാര്യമാണ് പിണറായി വിജയൻ വീണ്ടും ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവെക്കുന്നത്. ഏതായാലും തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന അവസരത്തിൽ ഇരു മുന്നണികളും ഈ BJP ബാന്ധവം ആരംഭിച്ചുകൊണ്ടുള്ള ആരോപണങ്ങൾ തുടരുകയാണ്. അഞ്ജലി സൂചിപ്പിച്ചതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് വേളയിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് BJP ബന്ധത്തെക്കുറിച്ചുള്ള ഇരു മുന്നണികളുടെയും ആരോപണ പ്രത്യാരോപണങ്ങൾ തന്നെയാണ്. ഏതായാലും തിരഞ്ഞെടുപ്പ് ഇനി വരും ദിവസങ്ങളിലേക്ക് അടക്കുമ്പോൾ അല്ലെങ്കിൽ പ്രചാരണ ചൂടിലേക്ക് കടക്കുമ്പോൾ ഈ ആരോപണങ്ങൾ ഏതൊക്കെ തരത്തിലായിരിക്കും ഇരു മുന്നണികളെ ബാധിക്കുക എന്നുള്ളതും ഒരു ചോദ്യമായി മാറുന്നുണ്ട്. പ്രത്യേകിച്ചും പാലക്കാട് അടക്കം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കോൺഗ്രസിന് സാധിച്ചപ്പോഴും അവിടെ എന്തുകൊണ്ടൊരു ശക്തമായ രാഷ്ട്രീയ മത്സരം കോൺഗ്രസ് കാഴ്ചവെക്കുന്നില്ല എന്നൊരു ചോദ്യമാണ് LDF മുന്നോട്ട് വെക്കുന്നത്. പാലക്കാട് പോലെ തന്നെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ വിവിധ മണ്ഡലങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ഇരു മുന്നണികളും ഈ BJP ഡീൽ ആരോപണം ഉന്നയിക്കുന്നത്. തിരുവനന്തപുരത്ത് നേമത്തും വട്ടിയൂർക്കാവിലും ഇതുപോലെ BJP ഡീൽ ഇപ്പോൾ തന്നെ ഇരു മുന്നണികളും ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ആരോപണങ്ങൾക്ക് ഇരു മുന്നണികളും ഇത്തരത്തിൽ പ്രത്യാരോപണങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇതിന് കൃത്യമായ മറുപടി ഇനി ഒരു പക്ഷേ BJP നേതാക്കളുടെ ഭാഗത്തു നിന്ന് കൂടി ഉണ്ടാകേണ്ടതുണ്ട്. മാത്രമല്ല ഈ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ BJP ബന്ധം ആരോപിച്ചുകൊണ്ടുള്ള ഇരു മുന്നണികളുടെ ആരോപണം തിരഞ്ഞെടുപ്പിൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്കായിരിക്കും ഇനി ഗുണകരമായി മാറുക എന്നുള്ള ചോദ്യം കൂടിയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. അഞ്ജലി, തിരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഡീൽ വിവാദം ആളിക്കത്തുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദേവൻ MP ആണ് വിവരങ്ങൾ നൽകിയത്.